ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനം 91:4, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. നമ്മൾ ഈ കർത്താവിൻ്റെ സംരക്ഷണം എന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. സങ്കീർത്തനം 91 നമ്മളെല്ലാ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര തിരിക്കുന്നതിന് മുമ്പൊക്കെ ഈ സങ്കീർത്തനം 91 ചൊല്ലി കർത്താവിൻ്റെ സംരക്ഷണം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദ ഗോഡ്സ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, നമ്മൾ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേവ് ലെങ്ത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ശരിയല്ലേ? ഇപ്പം ഞാൻ ഓഫീസിലൊക്കെ ചിന്തിക്കുകയാണ്, നമ്മുടെ താഴെ വരുന്ന സ്റ്റാഫ്. അപ്പോൾ ഈ സ്റ്റാഫ് നമ്മുടെ ഒരു ഹിതമനുസരിച്ച്, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് കറക്റ്റായിട്ട് ആ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നവരെയാണ് പ്രോബബിലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിലും അങ്ങനെയാണ്, അവരെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ കൂടുതൽ മക്കളുള്ള കുടുംബത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, പേരൻസ് ചിലപ്പം ഇപ്പോൾ ഒരു 5 മക്കളൊക്കെ ഉണ്ട്, അതിൽ ചിലപ്പം ഒരാളെയൊക്കെ ആയിരിക്കും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ഈ പേരൻസിനെ അനുസരിച്ച് നിൽക്കുന്നത്, അല്ലെ പേരൻസിൻ്റെ ഇഷ്ടത്തിന് ഒരു മറുതലിച്ച് വേറൊന്നും ചെയ്യാത്ത വ്യക്തി ആ വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം പേരൻസ് ഇത്രമാത്രം ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേരൻസിൻ്റെ ഒരു മെൻ്റൽ സിങ്കും ആ വ്യക്തിയുടെ ഇത് തമ്മിലൊരു സിങ്കുണ്ട്, ഒരു മെൻറ്റാലിറ്റി തമ്മിൽ, മാനസികമായ അവസ്ഥ തമ്മിൽ ഒരു വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാവാം അവരെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ദൈവം ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതൊരു ചോദ്യമാണ്. നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അതൊരു ചോദ്യമാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം ഈ സംരക്ഷണം വാങ്ങിച്ചെടുക്കണമെങ്കിൽ? കർത്താവ് എങ്ങനെയുള്ളവരെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരെയാണ് ദൈവം സംരക്ഷിക്കുന്നത്. അതല്ലാത്തവരെ ദൈവത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ലോജിക്കലി തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കാരണം കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി തിരിച്ചവർ, ഇത് ആത്മാക്കളുടെ രക്ഷയാണല്ലോ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് ശുശ്രൂഷയ്ക്ക് പോസിബിലിറ്റി ഉണ്ടേ. നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബത്ത്, ഈവൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും പലപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ സമയത്ത് നമ്മളുടെ ഒരു ദൈവിക ശുശ്രൂഷ ദൈവം ഒരുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. ഇനി വഴിയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നവർക്കൊക്കെ ഒരു പ്രാർത്ഥനയാവുന്ന ഒരു ശുശ്രൂഷ ഒരുക്കപ്പെടുന്നുണ്ട്. പലരെയും നമ്മൾ സഹായിക്കുമ്പോൾ അല്ലേ, കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നോ? നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വിശന്ന് നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടാറുണ്ട്. അവർക്കൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുന്നു. ശരിക്കും അത് ദൈവത്തിന് കൊടുക്കുന്ന പോലെയാണ്. എനിക്ക് വിശന്ന് നീ തന്നു. ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയാണ്. അങ്ങനെ നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരും, ഒരു ദൈവിക സംരക്ഷണം നമുക്ക് തരും. ഈ മാലാഖമാരുടെ എണ്ണം നമുക്ക് കൂട്ടിത്തരും, ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിട്ടിട്ടുണ്ട്. ശരിക്കും ബേസിക്കലി ഞാനൊരു എൻജിനീയറാണ്. കാരണം ഒരു എൻജിനീയറുടെ ബുദ്ധിയെ ലോജിക്കിനിട്ട് അട്ടിക്കുന്ന രീതിക്കുള്ള ഒരു ദൈവിക പ്രൊട്ടക്ഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പോസിബിൾ ആകുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു അക്രൈസ്തവ സമുദായത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച സഭയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശുശ്രൂഷയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഇങ്ങനെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ഒരു 2010-11 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട്, 2010 മാമോദിസ സ്വീകരിക്കുന്നത്. 2010 ഡിസംബർ തൊട്ട് അത്യാവശ്യം ടോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ ടോക്ക് കേട്ട ഒരാളിങ്ങനെ ചിന്തിച്ചു, എൻ്റെ പഴയ സമുദായത്തിൽപ്പെട്ട കുറേ ഫ്രണ്ട്സ് അയാൾക്കുണ്ട്, അപ്പോൾ എൻ്റെ കുറേ ഫോട്ടോ എടുത്തിട്ട് അവരെയൊക്കെ കാണിക്കാം. നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ ആ വ്യക്തി കുറേ ഫോട്ടോസ് എടുത്ത് നിൽക്കുന്ന കുറേ സ്റ്റിൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ധ്യാനം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ധ്യാനഗുരുവിൻ്റെ ലാസ്റ്റ്
സെഷനാണ്. ആ സെഷൻ പകുതി ആയപ്പോഴത്തേക്ക് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ മനുഷ്യൻ വാവിട്ട് കാർന്ന് കണ്ടു, പെട്ടെന്ന് ഒരൊറ്റ കാർച്ച. അപ്പോൾ എല്ലാവരും ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. ഞാനും യൂഷ്വലി ശ്രദ്ധിച്ചു. അപ്പോൾ പെട്ടെന്ന് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ആൾ ചോദിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലേക്ക് ആ മനുഷ്യൻ വന്നു. എന്നിട്ട് എന്തിനാ കാറിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനിങ്ങനെ ജോർജിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ആദ്യം ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഫോട്ടോസിനകത്തെല്ലാം ജോർജ് ഉണ്ട്. ഞാൻ നോക്കി കൺഫേം ചെയ്തായിരുന്നു, ജോർജിനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഫേസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് മിഡിലായപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ ശക്തമായിട്ട് പറയുന്ന പോലെ തോന്നി, ഒന്നും കൂടി ആ ഫോട്ടോ എടുത്തൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം എന്ന്. അങ്ങനെ ഞാൻ ആ മൊബൈൽ എടുത്തു, എന്നിട്ട് ഞാൻ ആ ഫോട്ടോ റീവൈൻഡ് ചെയ്തപ്പം ഞാൻ കണ്ടൊരു കാഴ്ച, അതിനകത്ത് ജോർജ് ഇല്ല, ഡിസപ്പിയർ ആയിരിക്കുന്നു. കാരണം ഞാൻ പോലും ഞെട്ടിപ്പോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോയായിരുന്നു. കാരണം ദൈവം സംരക്ഷിക്കുന്ന സംരക്ഷണം ആദ്യം എടുത്തപ്പോൾ ഫോട്ടോയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് മാത്രം ഇങ്ങനെ ഹൈഡ് ചെയ്ത് മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊന്നും നമുക്ക് ഉത്തരവില്ല. ഒരു എൻജിനീയറിംഗ് മൈൻഡിൽ ഇതിനൊന്നും ഉത്തരവില്ല യഥാർത്ഥത്തിൽ. അന്നൊക്കെയാണ് നമ്മൾ ഈ സയൻസിൻ്റെ അപ്പുറമൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നു, ദൈവത്തിന് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ശരിക്കും ഒരുപാട് സ്ഥലത്ത് ധ്യാനിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി അടുത്ത് ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മീഡിയാസിലൂടെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ടൗണിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഇന്ന ആളാണ്. ഞാൻ പണ്ട് മാമോദിസയൊക്കെ മുങ്ങുന്നതിന് മുമ്പ് ഞാൻ ബിടെക്കൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ അപ്പനൊരു എത്തീസ്റ്റാണ്, പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് ഈശ്വര വിശ്വാസമൊന്നുമില്ല. എൻ്റെ അമ്മ ഒരു പക്ക ഒരു ട്രഡീഷണൽ വിശ്വാസിയാണ്, അമ്മയുടെ വീട്ടുകാരും അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര റൂൾസ് റെഗുലേഷൻസൊക്കെ മുറുകെ പിടിക്കുന്ന ഫാമിലിയാണ്. അങ്ങനെ ഞാനൊരു അമ്മയുടെ അങ്കിളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ അങ്കിളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബിടെക്കൊക്കെ കഴിഞ്ഞു. 2008 കഴിയുന്നത്, 2010 മാമോദിസ സ്വീകരിക്കുന്നത്. 2011-13 കാലഘട്ടത്തിൽ വീണ്ടും എംടെക് പഠിക്കാൻ വേണ്ടി ആ ദേശത്ത് ചെന്നു. ഒരു കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഈ അങ്കിളിനെ കണ്ടു. അപ്പോൾ ഈ അങ്കിളിൻ്റെ വീട്ടിലാണ് ഞാൻ നിന്നിരുന്നത്. 1 വർഷക്കാലം അവിടെ താമസിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഈ അങ്കിളിനെ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ പമ്മി നിൽക്കുകയാണ്. ഇത് തിരിച്ചറിയുമോ, അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ചോദിച്ച വിഷയമാകും. അപ്പോൾ പതുക്കെ എന്നെ ഒരു ഫോഴ്സ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി ഈ അങ്കിളുടെ അടുത്തുകൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്ത് ഇത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്, പക്ഷേ ഈ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഈ വ്യക്തി ചോദിച്ചത്, എന്താ മോൻ്റെ പേര്? ഞാൻ പറഞ്ഞത് ജോർജ്. അപ്പോൾ പഴയ പേരൊന്നും പറയുന്നില്ല, ജോർജ്. ഇവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ കോളേജിൽ പഠിക്കുക. എവിടാ മോൻ്റെ വീട്? ഇന്നടത്താ വീട്. സന്തോഷമായിട്ട് ആ മനുഷ്യൻ പറഞ്ഞിട്ട് തിരിച്ചുപോയി. പക്ഷെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഒരുപക്ഷെ ആ ഓർമ്മ പോലും ദൈവം മായ്ച്ചിട്ടുണ്ടാകും. അറിയത്തില്ല, ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാൽ അതല്ലേ വചനം പറയണത് 91:4, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിൻ്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. അത് ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവരെ കർത്താവ് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് ഒരു വലിയൊരു കൺവെൻഷന് ഇതുപോലെ ഒരു ടോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ്. അതൊരു ഫേമസ് ധ്യാനകേന്ദ്രത്തിലാണ്. അപ്പോൾ ഒരു 10-15,000 പേരുണ്ട് ആ കൺവെൻഷൻ കൂടാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് സംഭവിച്ച സംഭവം ഇത് തന്നെയാണ്. അവിടെ ഇങ്ങനെ ആദ്യം ഒരാൾ ഇങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് വന്നു. അപ്പം ധ്യാനം ലീഡ് ചെയ്യുന്ന ധ്യാനഗുരു എന്ന് പറഞ്ഞു, ഈ സംഭവം ആരും റെക്കോർഡ് ചെയ്യരുത്, ഇത് ജസ്റ്റ് കേട്ടാൽ മതി. കാരണം അന്ന് ഇച്ചിരി പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്, നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ ദൈവം നമ്മളെ ഹൈഡ് ചെയ്യാൻ പറയും ചില സിറ്റുവേഷൻസിലൊക്കെ. ആ സമയത്ത് നമ്മൾ ഹൈഡ് ചെയ്യുക. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏലിയ ആഹാബ് രാജാവിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരൊറ്റ പറച്ചിലാണ്, ഇസ്രായേൽ സേവിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു. കാരണം ഏലിയായുടെ ഐഡൻറ്റിറ്റി അതാണ്, ഏലിയായുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് അതാണ്. ഏലിയ ഇസ്രായേൽ സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്. നമ്മളും അങ്ങനെ വേണം ചെല്ലാനായിട്ട്. നമ്മുടെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ വേണം നമ്മൾ ചെല്ലാൻ.
അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഒരു ശുശ്രൂഷകനോട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, കർത്താവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് വരുന്നത്. അതായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പം ഇത് ആഹാബിനോട് പറയുകയാണ്, 3 വർഷത്തേക്ക് ഇനി ഭൂമിയിൽ മഴയുണ്ടാകത്തില്ല. അടുത്ത സെക്കൻഡിൽ കർത്താവ് പറയാണ്, പൊയ്ക്കോ, ഹൈഡ് ചെയ്യുമോ. അപ്പോൾ ദൈവം നമ്മളെ ഹൈഡ് ചെയ്ത് ഇരിക്കാൻ പറയുന്ന കാലഘട്ടങ്ങളുണ്ട്, അടങ്ങിയിരിക്കാൻ പറയുന്ന കാലഘട്ടങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ അടങ്ങിയിരുന്നേ പറ്റത്തുള്ളൂ. ഇനി ദൈവം പറയുകയാണ്, ഇതൊന്നും റെക്കോർഡ് ചെയ്യണ്ട, ചെയ്യാതിരിക്കണം ആ സമയത്ത്. അല്ലെ ഇന്ന കാര്യം പറയാതിരിക്കണം. അത് കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് തന്നെ മൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ ഒരു അനുസരണക്കേട് വരുമല്ലേ. അനുസരണക്കേട് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ താഴെയുള്ളൊരു സ്റ്റാഫ് അനുസരണക്കേട് കാണിച്ചാൽ നമ്മളൊരിക്കലും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. വീട്ടിലെ കാരണവന്മാരൊക്കെ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പോകുന്ന വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിടും. അപ്പം നമ്മൾ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പറയണോ? അപ്പം നമ്മൾ ആ ഒരു അനുസരണം കാണിക്കുമ്പോഴാണ് ഈ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ധ്യാനഗുരു വന്ന് പറഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്യരുത്, നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷേ ഇത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ തന്നെ ഒരാൾ നേരത്തെ തന്നെ, അന്ന് ഈ ഗാലക്സി ഫോണൊക്കെ ഇറങ്ങുന്ന സമയമാണ്, സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങുന്ന സമയമാണ്, അന്ന് റെക്കോർഡിംഗ് മോഡ് ഓണാക്കിയിട്ടു. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ച ഇതാണ്, ജോർജിനെ ഒന്ന് കേൾപ്പിക്കാം, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പോലെ ജോർജിന് കിട്ടിക്കോളൂല്ലോ എന്നാണ് കരുതിയത്. അങ്ങനെ ഈ കക്ഷി കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് ബാധകമല്ലല്ലോ, കാരണം ധ്യാനം കൂടുന്നവരോടാണല്ലോ പറഞ്ഞത്, ടീം മെമ്പേഴ്സിന് ഇത് ബാധകമല്ലല്ലോ എന്നും പറഞ്ഞാണ് ആൾ റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ സേവ് ചെയ്തിട്ടൊന്ന് റീപ്ലേ ചെയ്ത് നോക്കി, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1 hour സെഷനായിരുന്നു, ആ 1 hour കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലിരുന്നപ്പോൾ, ജോർജെ ഞാനിത് ഫുള്ള് റെക്കോർഡ് ചെയ്തായിരുന്നു, ജോർജിന് കേൾക്കണോ എന്നും പറഞ്ഞിട്ട് ഈ ഫോൺ എടുത്ത് ഇത് അരിച്ചു പറക്കി, അങ്ങനൊരു ഫയൽ അതിനകത്ത് ഇല്ല. അരിച്ചു പറക്കി ആ ഫയലില്ല. എന്നിട്ട് നമ്മൾ ഡേറ്റ റിക്കവറി ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിട്ടിട്ടൊന്ന് കറക്കി നോക്കി, കിട്ടിയില്ല സാധനം. കാരണം അത് ദൈവം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ. എനിക്കൊക്കെ ശക്തമായിട്ട് അറിയാം, ചില സമയത്തൊക്കെ നമ്മളോട് കറക്റ്റ് പറയും, ഇന്നടത്ത് പോകണം, ഇന്നടത്ത് പോവണ്ട, ഈ വഴിക്ക് ചെല്ല്, ഈ വഴിക്ക് പോകണ്ട. ഒരു ഫോൺ കോൾ വരുമ്പോൾ കറക്റ്റ് പറയും, എടുക്കണ്ട, കറക്റ്റ് പറഞ്ഞു തരും. അല്ല ഈ വ്യക്തിയോട് സംസാരിക്കണ്ടയോ, അല്ല എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അഥവാ ഇങ്ങനെ ചെയ്താൽ മതിയോ. ഇനി ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മളെ വല്ലാണ്ട് ദൈവം അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഡ്യൂട്ടിയൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്ത് തീർക്കാനും അതിനകത്ത് ഒരു പിഴവ് പോലും വരാത്ത രീതിക്ക് ദൈവം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കളയും. കാരണം ഇങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിലെ ആപ്റ്റാസാനം. കാരണം കർത്താവ് ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ആ സമയമൊക്കെ ക്രമീകരിച്ച് 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ബാക്കി കാര്യത്തിന് ഉപയോഗിച്ച് അങ്ങനെ ദൈവം കൊണ്ട് നടത്തുന്നു. അപ്പോൾ ആ സ്വരം അനുസരിച്ച്, ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മൾ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സേഫ് സോണിലാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ഈ എന്താ പറയണേ വലിച്ചു വാരി ചെയ്യേണ്ട ആവശ്യമില്ല, ആത്മീയതയിലാണെങ്കിലും ഭൗതികതയിലാണെങ്കിലും. കാരണം എല്ലാം ഒന്നും നമ്മളെ ഫലമേൽപ്പിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യാനേ നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുള്ളൂ. വിശുദ്ധരെയൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം അവരെല്ലാം 1 or 2 കുഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. മദർ തെരേസയോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നത് നിങ്ങൾ? അപ്പോൾ മദർ തെരേസ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ വാണ്ട് ടു മേക്ക് ദ പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ. അവരൊന്ന് സന്തോഷത്തോടെ മരിക്കുന്നതിന് മുമ്പ് അവരൊരു സന്തോഷം എന്താണെന്ന് അനുഭവിക്കണം. ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ മദർ തെരേസ പറഞ്ഞത്. കാരണം അന്നത്തെ കാലത്ത് ആ കൊൽക്കട്ട എന്ന് പറഞ്ഞ തെരുവിൽ ആ അമ്മ അതോ ചെയ്തിരുന്നുള്ളൂ, വേറൊന്നും ചെയ്തിരുന്നില്ല ശരിക്കും. അപ്പോൾ വിശുദ്ധരൊക്കെ ഇങ്ങനെയാണ്, അവർ ഇട്ടാവട്ട ചുറ്റളവിൽ അവരെ ഏൽപ്പിച്ചിരുന്ന ഒരു കുഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ലോകം മൊത്തം അറിഞ്ഞത്. കാരണം അങ്ങനെ ഒരു ശുശ്രൂഷ നമ്മളിലൂടെയും ദൈവം നടത്തണമെങ്കിൽ കർത്താവ് പറയുന്ന അനുസരിച്ച് പോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ഏൽപ്പിക്കത്തില്ല, പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ചെറിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും, അത് ഭംഗിയായിട്ട് ചെയ്യുക. പതുക്കെ നമ്മൾ ഈ ആത്മീയതയിൽ അങ്ങ് വളരാൻ തുടങ്ങും. വളർന്ന് നമ്മളിൽ നിന്ന് ഒരു അഭിഷേകം ഒഴുകാൻ തുടങ്ങും.
അതാ ദൈവം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ അരുവി ഒഴുകും. അത് ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ പോകുമ്പോഴാണ് ഈ അരുവി ഒഴുകുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാവാം. ദൈവഹിതത്തിന് നമുക്ക് വിധേയപ്പെടാം, ദൈവത്തെ നമുക്ക് അനുസരിക്കാം. ആ ഒരു വലിയ മഹാസംരക്ഷണം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും. തൻ്റെ ചിറകളുടെ അടിയിൽ നിനക്ക് അഭയം, അല്ലേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ കർത്താവ് നമ്മളെയും സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ആ പിതാവിൻ്റെ വലിയൊരു സംരക്ഷണം നിറയപ്പെടാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.